ഹായ് ഗായ്സ്, ഇടുക്കി സോളോ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വട്ടവടയിലാണ് കേട്ടോ ഉള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് സ്ട്രോബെറി ഫാമിൻ്റെയും വെജിറ്റബിൾ ഫാമിൻ്റെയും വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ്. ഇപ്പോൾ വട്ടവട ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇപ്പോൾ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൂടെ വട്ടവട വെള്ളച്ചാട്ടവും വ്യൂ പോയിൻറ്റും കാണാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഫ്രണ്ട്സ്, ഇതും വട്ടവടയിലെ മറ്റൊരു വെജിറ്റബിൾ ഫാമാണ് കേട്ടോ. സ്ട്രോബെറി ഫാം തന്നെയാണ്. ഇവിടെ ഒരുപാട് വെജിറ്റബിൾ ഫാമും സ്ട്രോബെറി ഫാമും ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാത്തിലും ഫ്രീ എൻട്രിയും ഫ്രീ വിസിറ്റും ഒക്കെ തന്നെയാണ്. അവർക്ക് വേണ്ടത് നമ്മൾ അവരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവരെല്ലാവരും ഈ ഒരു ഫാമുമായിട്ട് നിൽക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇവിടെ ഐ ലവ് വട്ടവട എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോടിയൊക്കെ ഉണ്ട്. നല്ല രസമാണ് കേട്ടോ. വട്ടവടയിലെ വെള്ളച്ചാട്ടത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ജീപ്പൊക്കെ വന്ന് കിടപ്പുണ്ട്. ഇവിടെ ആണെന്ന് തോന്നുന്നു വെള്ളച്ചാട്ടം. നമ്മൾ അടുത്ത വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു 100 മീറ്ററൂടെ പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തും. കണ്ടില്ലേ, വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളങ്ങളാണ്. വട്ടവടയിൽ ഇപ്പോൾ മണി 5 മണി ആയിട്ടില്ല. വൈകുന്നേരം തണുപ്പൊന്നും അങ്ങനെ ഫീൽ ചെയ്യണില്ല ഗൈസ്. പിന്നെ ഞാൻ ഈ ഗ്ലൗസ് ഒന്നും ഇടാതെ ചിലപ്പം കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇടാതെ യാത്ര ചെയ്യുന്നതുകൊണ്ടായിരിക്കും കൈയൊക്കെ നല്ല തണുത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ വലിയ തണുപ്പ് ഇപ്പോൾ ഫീൽ ചെയ്യണില്ല. ഇവിടെ നമ്മൾ നോർമലി സഹിക്കാൻ പറ്റുന്ന തണുപ്പൊക്കെ തന്നെ. പിന്നെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റടിക്കുമ്പോൾ കുറച്ച് തണുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. നമ്മളങ്ങനെ എത്തി കേട്ടോ. ഇതാണ് വെള്ളച്ചാട്ടം വട്ടവടയിലെ. വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലത്തെ വ്യൂ പോയിൻ്റൊക്കെയാണ് ഞാനിപ്പോൾ പോകുന്നത് കേട്ടോ. ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ള വ്യൂ പോയിൻറ്റ്. ഇതുവഴി മേളിലേക്കൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിൽ കയറി പോവാം. ഒരു കുഴപ്പമില്ല, എല്ലായിടത്തും വ്യൂ ആണ്. ഇവിടെ നോക്കുമ്പോൾ താഴേക്കുള്ള വ്യൂ ഉണ്ടല്ലേ, വട്ടവട ഗ്രാമം മുഴുവൻ നമുക്ക് കാണാം. മേളിൽ കോടമഞ്ഞുണ്ടല്ലേ, ഇത് മൊത്തം കോടയാണ്. കോട ഇറങ്ങി വരുന്നത് കാണാം. ഇടയ്ക്ക് വെയിലൊക്കെ കാണുന്നുണ്ട്. കണ്ടില്ലേ, തട്ടായിട്ട് കിടക്കുന്ന കൃഷിയിടങ്ങളും ഗ്രാമവും. വട്ടവട ഗ്രാമം ഇത് മൊത്തമാണ് കേട്ടോ. ഈ സർക്കിളിൻ്റെ ഇത്രയും അതിന് ചുറ്റും കാണുന്നൊക്കെ കാടാണ് കേട്ടോ. മൊത്തം കാടുകളാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി നമ്മളിതാ ഇതുവഴി നേരെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ടെൻറ്റ് സ്റ്റേ ഉണ്ട്. നൈറ്റിൽ ഒന്ന് ആലോചിച്ച് നോക്കി, വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് നൈറ്റ് ഇവിടെ കിടന്ന് ഉറങ്ങുന്നൊരവസ്ഥ. അടിപൊളിയായിരിക്കും കേട്ടോ. കൊള്ളാം കേട്ടോ. ടെൻറ്റ് സ്റ്റേ ഒക്കെ ഉണ്ട്. പിന്നെ അതാ മേളിൽ ഡോമൊക്കെ ഉണ്ട്. നല്ല വ്യൂ ആട്ടോ. ഇവിടെ കാടിൻ്റെ നടുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ നമ്മൾ ടെൻ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. വട്ടവട ഗ്രാമവും അതിൻ്റെ മേളിൽ കോടമഞ്ഞ് പുതച്ച് വെക്കുന്ന ഈ ഒരു കാടും. കൊള്ളാം. വട്ടവടയിലെ കാഴ്ചകളൊക്കെ ഇത്രയൊന്നും അല്ല, ഇനിയുണ്ട്. ഞാൻ ഇന്നത്തെ ദിവസം ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകണം. ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ അല്ല, വട്ടവടയിൽ നിന്നൊരു 8 കിലോമീറ്റർ ദൂരമുണ്ട് ചിലന്തിയാർ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോണത്. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും നമുക്ക് പോവാം. സ്നേഹം കുറച്ച് കൂടിപ്പോയി. അവിടെ നിന്നോ പോണം അവിടെ നിന്നോ. മതി കഴിഞ്ഞു പോണു. ചാറ്റ. വട്ടവടയിലെ ഹണി മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ നമ്മൾ പോകാൻ വേണ്ടി പോണത്. ടിക്കറ്റ് കൗണ്ടറിൽ ആരുമില്ലേ? ഹണി മ്യൂസിയത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ 50 രൂപയാണ് എൻട്രി ഫീസ്. അപ്പോൾ അവിടെ കയറണമെന്നുണ്ടെങ്കിൽ ക്യാമറ അലോഡല്ല ഉള്ളിൽ. അതിൻ്റെ പുറത്തേയുള്ള കാഴ്ചകൾ ജസ്റ്റ് ക്യാമറയിൽ എടുക്കാം. അതൊരു ഹണിയെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഹണി എക്സ്ട്രാക്ട് ചെയ്യുന്നത് അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും അലോഡല്ല. പിന്നെ ഞാൻ കയറിയിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കയറിയില്ല. കണ്ടില്ലേ, ഇതാണ് ഹണി മ്യൂസിയം. പിന്നെ അതിൻ്റെ കഫേറ്റീരിയയും കാര്യങ്ങളൊക്കെയാണ്. യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമെല്ലാം ഉണ്ട്. പറഞ്ഞോ, ഹായ് പറ. എവിടെന്നാ ഞങ്ങള് മറ്റേ എറണാകുളത്തോടെ ആലുവ പെരുമ്പാവൂർ. ഓക്കെ. എത്ര നാളായി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട്? ഇങ്ങോട്ടിപ്പോ കഴിഞ്ഞ മാസം വന്നായിരുന്നു. അപ്പൊ ഇത്ര തണുപ്പില്ല ക്ലൈമറ്റ്.
ഇപ്പൊ തണുപ്പുണ്ടെന്നോ? ഇപ്പൊ തണുപ്പ് കുറവാന്ന് എനിക്ക് തോന്നുന്നു. ഞാന് കാന്തല്ലൂരൊക്കെ പോയിട്ട് വന്നതാണ്. അവിടെ നല്ല തിരക്കാളം തണുപ്പ് മഴയൊക്കെ ആയിരുന്നു. ഒരു രക്ഷയില്ല. ഫുള്ള് പോകുന്ന വഴിക്ക് മറയൂരിന്ന് പോകുന്നവരെയും മഴയും മഞ്ഞും കോടയൊക്കെ തന്നെയാണ്. ഒരു രക്ഷയില്ല. മറയൂരിന്ന് 16 കിലോമീറ്റർ. 16. എല്ലാവരും ഹായ് പറയൂ. ഞാൻ ഈ സ്ട്രോബെറി ഫാമിലെ മീനാക്ഷി ചേച്ചിയുടെ വീട്ടിലേക്ക്, അതായത് അവരുടെ വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവുക കേട്ടോ. ഇവരുടെ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പൈക കണ്ടില്ലേ, ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓടല്ലേ, ഓടാതെ പോവും. ആ തന്നു. ധൃതി വയ്ക്കുന്ന പറഞ്ഞല്ലോ, ഇരുട്ട് കയറുന്നതിന് മുമ്പേ വിഷ്വൽസൊക്കെ എടുക്കണമല്ലോ, അതുകൊണ്ടാണ്. നമ്മളിതാ പട്ടോടെ അല്ലേ ഇവരുടെ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതാണ്? പള്ളയാ? പള്ളമായിലി. ഓക്കെ, കണ്ടില്ലേ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടോ? ആ ഹാ ഹാ, നിരപ്പായ സ്ഥലമായതുകൊണ്ട് പള്ളം ആണല്ലേ. ഓക്കെ ഓക്കെ. ഞങ്ങൾ ആടും ആട്ടിക്കുട്ടിയൊക്കെ നിൽക്കുന്നുണ്ട്. അടുത്തോ എടുത്തോ. ഓടി കണ്ടില്ലേ, അടക്ക ഉണ്ട് കേട്ടോ അവർക്ക്. നോക്കി അതിന് ആടിനൊക്കെ പിടിച്ചു. ഞാൻ പിടിച്ചോളാം. ഗായ്സ്, അങ്ങനെ ഞാൻ ആടിനെ പിടിച്ചു ഗായ്സ്. കണ്ടല്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ഓ ഒന്നുമില്ല അതിനെ വിടാം. എന്റെ തള്ള കിടന്ന് കരയുന്നുണ്ട്. കണ്ടില്ലേ? വിട്ടോ അവിടെ നിക്കട്ടെ. അതിനെ വിട്ടോ, അത് ഫ്രീ ആയിട്ട് നിക്കട്ടെ. കണ്ടില്ലേ ഇവരുടെ നാളാട്ടെ, ഇവരുടെ വീടും കണ്ടില്ലേ. ആ പയ്യുന്നുണ്ട് അവന്. അതിനെ വിട്ടോ, താഴെ വിട്ടോ, ഫ്രീ ആയിട്ട് നിക്കട്ടെ. വിട്ടോ, ഇറക്കി വിട് നീ. ആ വിട്ടോ. നീ വാ ഇങ്ങോട്ട്. കാളകളുടെ തൊടുത്തല്ലേ? വളവെടുക്കാൻ വേണ്ടിട്ട് കളപ്പാന്ന് പറയും. ഓഹോ, മനസ്സിലായി. കലപ്പൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു രണ്ടാടല്ലേ ഉള്ളൂ? ആ ഞങ്ങളുടെ വീട്ടിലൊക്കെ കരിമ്പൊക്കെ ഉണ്ടല്ലേ? എപ്പോഴും എടുക്കാറുണ്ടോ അപ്പൊ ആവശ്യത്തിന്? ഇന്നും ഇന്നലെ എടുത്തില്ല, എന്താന്ന് വെച്ചാൽ മഴയായതുകൊണ്ട്. വേനലാണെങ്കിൽ നല്ല മധുരമായി ടേസ്റ്റ് ആക്കി വാങ്ങിക്കൂ കഴിക്കാൻ. വാങ്ങിക്കൂല. കൊള്ളാല്ലേ, വീട്ടില് സ്വന്തമായിട്ട് കരിമ്പൊക്കെ ഉണ്ട് ഗൈസ് അവർക്ക്. ഉണ്ടോ? എപ്പോ വേണോ അവർക്ക് കരിമ്പൊക്കെ എടുക്കാം. കരിമ്പൊക്കെ ഉരുക്കി ശർക്കരയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല, അത്ര ഹെക്ടിക് പരിപാടിയില്ല. ആ ഇതൊക്കെ നിങ്ങളുടെ ഇത് ഫുള്ള് ഈ തണുപ്പിൽ കൃഷി ചെയ്യണ വെജിറ്റബിൾ എന്ന് പറയുന്നത് ഗ്രീൻ ബീൻസാ. ഓക്കെ, ഗ്രീൻ പീസ് ആട്ടോ അത്. പിന്നെ മൊത്തം പച്ചപ്പട്ടാണി, ഗ്രീൻ പീസ്. ഇപ്പൊ എല്ലാരും തക്കാളി ഇല്ലേ? തക്കാളി ആവശ്യത്തിന് കുറച്ച് വെക്കും. പച്ചത്തക്കാളി ഉണ്ട്. ഇതാ ചുറ്റും എടുക്കണമെങ്കിൽ എടുത്തു. ആ എടുക്കാം, കുഴപ്പമില്ല. ഞങ്ങള് അവിടെ നിങ്ങളുടെ സ്ഥലോ? അവിടെ വീട് എന്റെ വീടും എന്റെ കെട്ടിയോന്റെ വീടും അവിടെയാണ്. ഇവിടെ രണ്ടാമത് വെച്ചതാ? ഓക്കെ. ഇവിടെ എല്ലാ വീട്ടുകാർക്കും കണ്ടില്ല ഇതുപോലെ ഫാം. ചെറിയ രീതിയിലൊക്കെ കൃഷിയുണ്ട്, ചെറുതല്ല, നല്ല രീതിയിൽ തന്നെ കൃഷിയുണ്ട്. കണ്ടോ? ചുറ്റും കൃഷിയാ. ആണല്ലേ? ഇപ്പൊ എല്ലാം പട്ടാണി സീസൺ അല്ലേ? ഗ്രീൻ പീസ് ആട്ടോ ഇവിടെ എല്ലാം. കണ്ടില്ല, ഇവിടെ എല്ലാം പച്ചക്ക് കിടക്കുന്ന എല്ലാം ഗ്രീൻ പീസാ ഇവിടെ ഫുള്ള്. കൊള്ളാം. മഞ്ഞ് വീഴാൻ തുടങ്ങി അല്ലേ? മഞ്ഞ്. ഞാൻ എന്തായാലും ഇറങ്ങിക്കട്ടെ. കണ്ടൊരു സന്തോഷം. ഇനി വരുമ്പോഴത്തേക്കും ഇവിടെ ഉറപ്പായിട്ട് വരാം. എന്റെ തണുത്തിരിക്കും. കച്ചവടമൊക്കെ കുഴപ്പമൊന്നുമില്ല. ആ ഇത് ബീൻസിന്റെ വിത്ത് എടുക്കാനല്ലേ? സോയാബീൻസിന്റെ. ആ സോയാബീൻസ് അറിയാം, സോയാബീൻസിന്റെ വിത്ത് അല്ലേ? ഓക്കെ ഓക്കെ, മനസ്സിലായി. മരുന്നൊക്കെ ഇട്ടിട്ട് പൂച്ച കയറാണ്ടിരിക്കാൻ വേണ്ടി കെട്ടിവെക്കും. 3 മാസം കഴിഞ്ഞ് എടുത്ത് നടും, സീസണിൽ നടും. ഓക്കെ. എന്തായാലും കണ്ടതിൽ സന്തോഷം. വരാൻ പറ്റിയത് കാഴ്ചകളൊക്കെ ഇപ്പോഴും കാണാൻ പറ്റിയല്ലോ. ഇതിന്റെ ഉള്ളിലാ ഭംഗി. കൊള്ളാം, നല്ല രസമുണ്ടല്ലേ? പിന്നെ ഇവരുടെ വീടാട്ടോ, നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. വരുവാണെങ്കിൽ ഉറപ്പായിട്ട് വരാം. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഉറപ്പായിട്ട് നമ്മളിവിടെ സ്റ്റേ ചെയ്യും കേട്ടോ ഗൈസ്.
ഈ ഒരു ടൗണിൻ്റെ പേരെന്ന് പറയുന്നത് കോവിലൂറാണ്. ഈ കോവിലൂറിൻ്റെ ഉള്ളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് വട്ടവട. ഈ ഒരു വട്ടവടയിൽ നിന്ന് ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ സുഹൃത്ത് കൽപ്പനയുടെ വീട്ടിലേക്കാണ്. വട്ടവടയിൽ നിന്നും ഒരു 7 കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ ചിലന്തിയാറത്തും, അവിടെ നിന്നൊരു 1.5 കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ സ്വാമിയാർകുടി എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയാണ് കൽപ്പനയുടെ വീട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്കുള്ള റോഡെന്ന് പറയാൻ കംപ്ലീറ്റ് ഓഫ് റോഡ് പോലെയാണ്. ഫുള്ള് പൊട്ടിപ്പൊടിഞ്ഞ് കിടക്കുന്ന റോഡാണ്. പിന്നെ നല്ല തണുപ്പുള്ളൊരു ക്ലൈമറ്റാണ് കേട്ടോ. റോഡിൻ്റെ എൻഡിലേക്കാണ് ഇപ്പോൾ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മൃഗങ്ങളുടെ ശല്യം ഇല്ലാത്തതുകൊണ്ട് ഏത് രാത്രി വേണോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. എന്താ കൽപ്പനയുടെ വീട്ടിലെ കുഞ്ഞനാണ്. പേരെന്താണ്? ബബ്ലു. ബബ്ലു ആണ് ഇവളുടെ പേരല്ലേ? ബബ്ലു അവിടെ ചായയൊക്കെ ഇട്ട് കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, ഞാനും അങ്കിളും കൂടെ. അവിടെ പട്ടിക്കുട്ടി താഴെ ഉണ്ട്. ഇവരുടെ കൂട്ടത്തിലൊരു പട്ടി, അതായത് ഇവരുടെ പേരെന്താണ്? പപ്പി. 10-15 വർഷമായിട്ട് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന പപ്പി. അവനിന്ന് രാവിലെ തന്നെ മരിച്ചു എന്നാണ് പറയണേ. അപ്പം അതിൻ്റെ വിഷമത്തിലാണ് അതാണ്ട് ഇവളും കിടക്കുന്നത്, ഇവരെല്ലാവരും. ഫ്രണ്ട്സ്, ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. കണ്ടില്ലേ, നൈറ്റിലത്തെ ഫുഡൊക്കെ ആക്കി കണ്ട അമ്മേ. അതാ കൽപ്പനയുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഇന്ന് ന്യൂ ഇയറിൻ്റെ തലേദിവസമാണ് കേട്ടോ. അതായത് ന്യൂ ഇയർ ഈ നൈറ്റ് ഞാൻ ഇവിടെയാണ് ആഘോഷിക്കാൻ പോകുന്നത് ഇവരുടെ ഒപ്പം. കണ്ടില്ലേ, കൽപ്പനയുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. കണ്ടില്ലേ, നമ്മളിവിടെ ചോറ് കഴിക്കുകയാണ്. ചോറും ഇത് സോയയില്ലേ, സോയ, പിന്നെ മുട്ട പൊരിച്ചത്, പിന്നെ പരിപ്പ് കറി. കണ്ടില്ലേ, നല്ല ചൂടായിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്ത്, നല്ല തണുപ്പ് കേട്ടോ. നിങ്ങളിതെല്ലാം കഴിക്കാൻ പോകണം കേട്ടോ. ചുമ്മാ കളിച്ചോ. അവിടെ ചിലന്തിയാർ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്ട്രേഞ്ചേഴ്സിന്റെ ക്യാമ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ കോർഡിനേറ്റർ ആണ് കേട്ടോ ഇത്. നിങ്ങളുടെ പേജിന്റെ പേരെന്ന് പറയും? പേജിന്റെ പേര് യാത്ര മേക്ക് മെമ്മറീസ്. യാത്ര മേക്ക് മെമ്മറീസ്. ഓക്കെ. ഇത് 4ാമത്തെ ക്യാമ്പാണ്. ഇതിനു മുമ്പ് 3 നടന്നു. ഒന്ന് മൂന്നാർ തന്നെയായിരുന്നു, മറ്റൊന്ന് നടന്നത് വാഗമണ്ണ്, പിന്നെ നടന്നത് പരുന്തുംപാറ. ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 months ആയിട്ടേ ഉള്ളൂ. 4ാമത്തെ ക്യാമ്പ് ഇത് നമ്മൾ ന്യൂ ഇയർ ഇവന്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ന്യൂ ഇയറിന് സാധാരണ എല്ലാവരും സെലിബ്രേഷൻ മോഡല്ലേ പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ക്യാമ്പിംഗ് മോഡ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുക, ആ ഒരു രീതിക്ക് പോട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു സെലിബ്രേഷൻ. അതുകൊണ്ട് ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഓരോരുത്തരുടെ ലൈഫിലെ മെമ്മറീസ് പിന്നെ ഒരിക്കലും ആയില്ല. മെയിൻ ആയിട്ട് നമ്മൾ മെമ്മറീസ്, പിന്നെ അതുപോലെ തന്നെ മനുഷ്യരെ അറിയുക, അതാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് വരുന്നവരുണ്ടാവും. പലരും ഇൻട്രോവേർട്ട് ആയിട്ട് വന്നിട്ട് പിന്നെ അങ്ങോട്ട് അവരുടെ പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മുടെ കൂട്ടത്തിലേക്ക് വന്നു ചേരുന്നവർ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഇപ്പൊ എന്റെ ഒരു സ്പേസ് ആണ്. എന്റെ കൂട്ടത്തിൽ കഴിഞ്ഞ ക്യാമ്പില് വാഗമൺ ഉണ്ടായിരുന്ന കുട്ടിയുണ്ട്, മുർഷിദ. ആള് നമ്മുടെ ചൂരൽമേനയിൽ ഉണ്ടായിരുന്ന ആള്. ചൂരൽമേനയിൽ ദുരന്തത്തിൽ വീട് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി പോയതാണ്. എന്റെ കൂടെ കഴിഞ്ഞ ക്യാമ്പിന് വന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇപ്പൊ എന്റെ ന്യൂ ഇയർ ഇവന്റിനും ആൾ എന്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മള് മാക്സിമം ചെയ്തു പോകുന്നു. ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് ചിലന്തിയാറാണ് കേട്ടോ. വട്ടവടയിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു 5-6 കിലോമീറ്റർ മാറിയാണ്. വട്ടവട കഴിഞ്ഞിട്ടാണ് ചിലന്തിയാർ. ഇവിടെ വന്നിട്ട് റോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ കാടിൻ്റെ കാടിൻ്റെ അങ്ങനത്തെ ഒരു പ്രദേശമാണ്. പക്ഷേ മൃഗങ്ങളുടെ ശല്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ മറയൂർ വെച്ച് പരിചയപ്പെട്ട എൻ്റെ ഒരു ഫ്രണ്ടാണ് കൽപ്പനയുടെ വീട്ടിലാണ് കേട്ടോ ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. ഇത് കൽപ്പനയുടെ അച്ഛനാണ്. ഹായ്. ഇവരുടെ കൂടെയാണ് ഇന്നത്തെ ദിവസം ഞാൻ സ്റ്റേ ചെയ്യാൻ പോണത്. കാരണം അങ്ങനെ ഇതുവരെ യാത്രകൾ നമ്മൾ ഒരുപാട് പേര് പരിചയപ്പെടും. അപ്പോൾ അവരൊക്കെ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കും, നമ്മളല്ലെങ്കിൽ ചോദിക്കും. അപ്പോൾ അവരൊക്കെ സന്തോഷത്തോടെ നമ്മളെ സ്വീകരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയത് കേട്ടോ. ഇവിടെ രാത്രി ആയതുകൊണ്ട് റോഡും കാര്യങ്ങളും അപ്പുറത്തുള്ള വിഷ്വൽസ് ഒന്നും കാണിക്കാൻ പറ്റില്ല. നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ബാക്കി കാണാം. അപ്പോൾ ഞാനെന്താ നമ്മുടെ വീഡിയോ എന്തായാലും
ഞാൻ എന്തായാലും ഇവിടെ വെച്ച് എൻ്റെ ചെയ്യാണ്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഉണ്ടാവും ഗൈസ്. ഇടുക്കി ഫുള്ള് ട്രിപ്പിലാണ് ഞാനിപ്പോൾ. അപ്പോൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് വട്ടവടയിലെ ചിലന്തിയാറിലാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.